ഇറാന്റെ ആക്രമണത്തിൽ ചോരക്കളമായി പെൻറ്റഗൺ. തോറ്റു പിൻവാങ്ങി ട്രംപിൻ്റെ അമേരിക്കൻ പട. ബാഹ്യമായ ഭീഷണികൾക്കോ സമ്മർദ്ദങ്ങൾക്കോ മുന്നിൽ രാജ്യം വഴങ്ങില്ലെന്നും ആരെയും ഭയമില്ലെന്നും പറയുന്ന ഇറാനിയൻ വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾ മാത്രം മതി അത് അമേരിക്കയ്ക്ക് നൽകുന്ന ഒരു സൂചനയാണ്. ഇനി ഞങ്ങളെ ഇനി തോൽപ്പിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുള്ള വളരെ കൃത്യമായ സൂചന. അതുകൊണ്ട് തന്നെ ഇറാനുമേൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ശക്തമായിട്ടുള്ള പ്രത്യാക്രമണം ഒരുപക്ഷെ അമേരിക്ക ഒഴിവാക്കും. എന്നാൽ തങ്ങളിപ്പോഴും ലോക്ക്ഡൗൺ ലോഡഡ് ആണ് എന്ന കർശന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ട്രംപ് പലപ്പോഴും. സത്യത്തിൽ അമേരിക്ക ഇറാൻ സംഘർഷം സങ്കീർണാവസ്ഥയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സൈനിക നീക്കവും നയതന്ത്രവും ഒക്കെ ഒരുമിച്ച് നടക്കുന്ന ഒരു പ്രത്യേകതരം രീതി. എന്നാൽ ഇറാൻ്റെ ആക്രമണത്തിൽ ചോരക്കളമായി മാറുന്ന പെൻറ്റഗൺ മാറുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ട്രംപിൻ്റെ അമേരിക്കൻ പട തോറ്റു പിൻവാങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിലെ വൻ യുദ്ധത്തിൻ്റെ അരികിലെത്തിച്ച അമേരിക്ക ഇറാൻ ഭൗമരാഷ്ട്രീയ തർക്കത്തിൽ സൈനിക നീക്കങ്ങളും നയതന്ത്ര ചർച്ചകളും ഒരേ സമയം സജീവമാവുകയാണ്. ഇറാനുമേൽ പ്രഖ്യാപിച്ചിരുന്ന ശക്തമായിട്ടുള്ള പ്രത്യാക്രമണം ഒരുപക്ഷെ ഒഴിവാക്കിയേക്കുമെന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നടന്നുണ്ട്. എന്നാൽ തങ്ങളിപ്പോഴും ലോക്ക്ഡൗൺ ലോഡഡാണ്, സജ്ജമായിട്ടുള്ള സൈനിക സന്നദ്ധത ഉള്ളവരാണ് എന്നുള്ള കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് അവർ നൽകുന്നുമുണ്ട്. അതേസമയം ബാഹ്യമായ ഭീഷണികൾക്കോ സമ്മർദ്ദങ്ങൾക്കോ മുന്നിൽ രാജ്യം വഴങ്ങില്ല എന്നും ആരെയും ഭയമില്ലെന്നും ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗാച്ചി പരസ്യമായിട്ട് പ്രതികരിച്ചത് നമ്മൾ കേട്ടതാണ്. നിലവിലെ സംഭവവികാസങ്ങൾ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യക്തിഗത തർക്കത്തിനപ്പുറം ആഗോള സാമ്പത്തിക ഭദ്രതയെയും വ്യാപാര പാതകളെയും ഒരുപോലെ ബാധിക്കുന്ന തലത്തിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. ഇറാനുമായിട്ട് നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നും എന്നാൽ രാജ്യം തങ്ങളുടെ കർശനമായിട്ടുള്ള സൈനിക സന്നദ്ധത നിലനിർത്തുകയാണ് എന്നും വൈറ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, വൈസ് പ്രസിഡന്റ് JD വാൻസ്, കൂടാതെ ഉന്നതതല സംഘം ഇതിനോടൊപ്പം ഈ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത വിവരങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇറാൻ യാതൊരു കാരണവശാലും ആണവായുധ ശക്തിയായി മാറാൻ അനുവദിക്കില്ല എന്ന US നയം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ട്രംപ് കരാറുകളിൽ എത്തിയേക്കാൻ തിടുക്കമില്ലെന്നും എന്നാൽ അവരുടെ ശക്തിയെ കുറച്ചു കാണുന്നില്ല എന്നുള്ള ചിന്തയും ട്രംപിന് വന്നു കഴിഞ്ഞു. നേരത്തെ സൈനിക നടപടികൾ മാത്രമാണ് അമേരിക്കൻ നയതന്ത്ര വൃത്തങ്ങളുടെ പരിഗണനയിലുള്ളത് എന്ന സൂചനകൾ നിലനിൽക്കെ പ്രസിഡന്റ് ഈ പ്രസ്താവന ചർച്ചകൾക്ക് വഴിതുറക്കുമെന്ന പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും അനിശ്ചിതത്വം മാറുന്നില്ല എന്നതാണ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ മറ്റൊരു പ്രധാന കേന്ദ്രമായിട്ട് ബാബൽ മന്ദേബ് കടലിടുക്ക് മാറുന്നു. യമനിലെ ഹൂത്തി വിമതർ അടക്കമുള്ളവർ അവർ നടത്തുന്ന ഉപരോധവും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുമൊക്കെ ആഗോള സമുദ്ര വ്യാപാരത്തെ രൂക്ഷമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ചെങ്കടലിലൂടെയുള്ള സമുദ്ര ഗതാഗതം അത് സുഗമമാക്കാൻ ഹൂത്തി കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും ഒക്കെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള വ്യോമാക്രമണങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ അത് ഹൂത്തികൾ പരസ്യമായി ലംഘിച്ച പശ്ചാത്തലത്തിൽ സൈനിക ശക്തി ഉപയോഗിച്ച് മാത്രമേ അവരെ പിന്തിരിപ്പിക്കുവാൻ കഴിയൂ എന്ന വിലയിരുത്തലിലാണ് അറ്റ്ലാന്റിക് കൗൺസിൽ ഉൾപ്പെടെയുള്ള പ്രമുഖ ഭൗമരാഷ്ട്രീയ വിശകലന ഏജൻസികൾ. അമേരിക്കൻ സഖ്യകക്ഷികൾ തിരിച്ചടികൾ രൂക്ഷമായതോടുകൂടി തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ നീക്കമെന്ന് പറയപ്പെടുന്ന ക്രമാതീതമായിട്ട് കുറഞ്ഞു. മാരിടൈം മോണിറ്ററിംഗ് ഏജൻസിയായിട്ടുള്ള കെപ്ലറിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിൽ 60% വരെ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിപണിയിലെ ഭയവും സുരക്ഷാ ആശങ്കകളുമൊക്കെ കാരണം പല പ്രമുഖ ഷിപ്പിംഗ് കമ്പനികളും തങ്ങളുടെ യഥാർത്ഥത്തിലുള്ള യാത്രാമാർഗ്ഗങ്ങളൊക്കെ പുനഃക്രമീകരിക്കുകയാണ്. അതേസമയം ഹൂത്തി ആക്രമണ ഭീഷണി നിലനിൽക്കുമ്പോഴും ബാബൽ മന്ദേബ് വഴി പരിമിതമായിട്ടുള്ള തോതിൽ കപ്പലുകൾ കടന്നുപോകാൻ ശ്രമിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസമാകുന്നുണ്ട്. ഇറാനും അമേരിക്കയ്ക്കും ഇടയിലുള്ള സംഘർഷ അന്തരീക്ഷം മേഖലയിൽ മറ്റ് മുൻനിര രാജ്യങ്ങളെയും വൻതോതിൽ ബാധിക്കുന്നുണ്ട്. ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിൽ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ ആക്രമണങ്ങൾ തുടർക്കഥയാകുന്നു. ഇപ്പോൾ വീണ്ടും ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ബഹ്റൈനിൽ വ്യോമാക്രമണ സൈറനുകൾ മുഴങ്ങുന്നു. തങ്ങളുടെ സുരക്ഷയ്ക്കും ആഗോള ഊർജ്ജ വിപണിയുടെ സ്ഥിരതയ്ക്കും ഭീഷണിയാകുന്ന തരത്തിൽ ഹൂത്തികളോ ഇറാനോ നടത്തുന്ന നീക്കങ്ങളെ ചെറുക്കാൻ സൗദി അറേബ്യയും സഖ്യസേനയും ഹൊദൈദ അടക്കമുള്ള പ്രദേശങ്ങളിൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റിൽ ഇന്ന് രാവിലെയും കുവൈറ്റിലും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇറാൻ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ബഹ്റൈനിൽ ആക്രമണം നടത്തുന്നുണ്ട്. ഇങ്ങനെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പ്രധാന പ്രഭവ കേന്ദ്രമായിട്ടുള്ള അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി കുടിയേറ്റക്കാരും പലസ്തീനികളും തമ്മിലുള്ള അക്രമ സംഭവങ്ങൾ രൂക്ഷമായിട്ട് തുടരുകയും ചെയ്യുന്നുണ്ട്. നബ്ലസിലെ സാറ ഗ്രാമത്തിൽ കുടിയേറ്റക്കാർ നടത്തിയ അതിക്രമങ്ങൾ അത് വീടുകൾക്കും വാഹനങ്ങൾക്കും തീയിടുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 2 ഇസ്രായേലി സൈനികരും 4 പലസ്തീനികളും കൊല്ലപ്പെടുകയും ചെയ്തു. മേഖലയിൽ ഇസ്രായേലി സൈന്യവും ആയുധധാരികളായിട്ടുള്ള കുടിയേറ്റ സംഘങ്ങൾ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉടൻ അവസാനിപ്പിക്കുവാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന് 20ഓളം ഇസ്രായേലി മനുഷ്യാവകാശ സംഘടനകൾ സംയുക്തമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ നിലവിലെ സംഭവവികാസങ്ങളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറക്കുന്നുണ്ട് എങ്കിലും ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വം പൂർണ്ണമായിട്ട് മാറുന്നില്ല. ഒരു വശത്ത് ചർച്ചകളുടെ സാധ്യതകൾ ഉന്നയിക്കുമ്പോഴും അത്യാധുനിക സൈനിക നിരീക്ഷണങ്ങളും തന്ത്രപരമായിട്ടുള്ള മുന്നൊരുക്കങ്ങളും ഇരു വിഭാഗവും ശക്തമായിട്ട് തുടരുകയാണ്. ഇറാനെ ആണവശേഷിയിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം അമേരിക്ക മുൻനിർത്തുമ്പോൾ ആത്മാഭിമാനത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടാണ് ടെഹ്റാൻ വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ
പശ്ചിമേഷ്യൻ മേഖല ഇപ്പോൾ നിൽക്കുന്നത് നയതന്ത്രപരമായിട്ടുള്ള സമാധാനത്തിൻ്റെയോ അതോ വിനാശകാരമായിട്ടുള്ള ഒരു പ്രതീകാത്മക യുദ്ധത്തിൻ്റെയോ വശങ്ങളിലാണ്. വരും ദിവസങ്ങളിൽ വാഷിങ്ടണിൽ നിന്നും ടെഹ്റാനിൽ നിന്നും ഉണ്ടാകുന്ന ഈ ഔദ്യോഗിക നിലപാടുകളും റെഡ് സീയിലെയും ഹോർമൂസിലെയും സുരക്ഷാ സ്ഥിതികളുമൊക്കെ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കും. മാത്രമല്ല, ബാഹ്യമായിട്ടുള്ള ഭീഷണികൾക്കോ സമ്മർദ്ദങ്ങൾക്കോ മുന്നിൽ രാജ്യം വഴങ്ങില്ല എന്നും ആരെയും ഭയമില്ല എന്നും പറയുന്ന ഇറാനിയൻ വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾ അമേരിക്കയ്ക്ക് നൽകുന്ന സൂചനയാണ് ഇനി ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത്. അതായത് ഏതെങ്കിലും തരത്തിൽ അവരെ തൊട്ടുകളിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുള്ള സൂചന. അതുകൊണ്ട് തന്നെ ഇറാനുമേൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ശക്തമായിട്ടുള്ള പ്രത്യാക്രമണ രീതികൾ അമേരിക്ക ഒഴിവാക്കേണ്ടി വരും. പക്ഷേ അവർ പറയുന്ന പോലെ ലോക്ക് ആൻഡ് ലോഡഡ് ആണ് അവരെന്ന് പറയുമ്പോഴും സത്യത്തിൽ അമേരിക്ക ഇറാൻ സംഘർഷം സങ്കീർണാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നു. പെൻഡഗണിലടക്കം രക്തച്ചൊരിച്ചിലുണ്ടാകുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം ഒരുക്കാൻ ഇറാൻ ശ്രമിക്കുന്നു. സൈനിക നീക്കവും നയതന്ത്രവും ഒരുമിച്ച് നടത്തുന്ന രീതി ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ ഇറാൻ്റെ ആക്രമണത്തിൽ ചോരക്കളമായിട്ട് പെൻഡഗൺ മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അക്ഷരാർത്ഥത്തിൽ ട്രംപിൻ്റെ അമേരിക്കൻ പട തോറ്റു പിൻവാങ്ങുകയാണോ എന്ന് ചോദിച്ചു പോകും.